ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട കട്ട്ലറ്റിൻ്റെ റെസിപ്പി. നമ്മുടെ കട്ട്ലറ്റ് ക്യാൻറ്റീനിൽ നിന്നും ബേക്കറിൽ നിന്നൊക്കെ കഴിക്കുന്ന സമയത്ത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, അതും വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എന്നാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇന്ന് ഈ റെസിപ്പി ചെയ്യാനായിട്ട് ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതുകൂടെ 1 കപ്പ് സോയയും കൂടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ സോയ ചങ്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ 2 ഉരുളക്കിഴങ്ങിൽ ഇച്ചിരി ഉപ്പും കൂടി ചേർത്തുകൊണ്ട് നമുക്ക് ഒരു 3 വിസിൽ വരെ വേവിക്കാം. ഇനി അടുത്തതിനുള്ള മസാല എടുക്കാം. അതിനായിട്ട് ഞാൻ 1 പച്ചമുളകും 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇവയൊന്ന് ഞാൻ ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേസ്റ്റ് പരുവത്തിലാവരുത്, ഇതുപോലെ ചതച്ചാൽ മതി. ഇനി ചുടുവെള്ളത്തിലിട്ട് വെച്ച സോയ ചങ്ക് നമുക്കിതുപോലെ സാധാരണ പച്ചവെള്ളത്തിൽ ഒരു 3-4 വട്ടം നന്നായിട്ട് മാറ്റി പിഴിഞ്ഞെടുക്കാം. അതിലുള്ള വാട്ടർ കണ്ടൻറ്റ് മാക്സിമം ഇതുപോലെ നിങ്ങൾ സ്ക്യൂസ് ചെയ്തെടുക്കുക. അങ്ങനെ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കുന്ന സമയത്ത് അതൊന്ന് വീർത്ത് വരും. അതിനുശേഷം ഇതുപോലെ സ്ക്യൂസ് ചെയ്ത് മാറ്റാം. ഇനി ഇത് നിങ്ങളൊരു മിക്സി ജാറിലിട്ടിട്ട് ഒരു 3 വട്ടം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇടുന്ന സമയത്ത് ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കുക, ചിക്കൻ മസാലയും 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ 3 വട്ടം ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കുക്കറിൽ നമ്മൾ പൊട്ടറ്റോ വേവിക്കാനിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്കിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഈ ചപ്പാത്തി പരത്തുന്ന റോളർ കൊണ്ടോ അല്ലെങ്കിൽ മാഷർ കൊണ്ടോ എന്തെങ്കിലും നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് നമ്മളിനി കട്ട്ലറ്റിനുള്ള റെസിപ്പി റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 2 സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തു. അതിലോട്ട് നന്നായി പൊടിയായിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ ഉള്ളി, ഒരു വലിയ ഉള്ളിയും, പിന്നെ അതിനുശേഷം അതിലോട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി പേസ്റ്റും കൂടി ഇതിലിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറാകുന്നവരെ വഴറ്റിയെടുക്കണം. അതിലോട്ട് നമ്മൾ ഓൾറെഡി ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ റെസിപ്പിയിൽ നമ്മൾ നോൺ വെജ് ആയിട്ട് ചിക്കനോ ഒന്നും ചേർക്കുന്നില്ല. അതിനേക്കാൾ ഉപരി നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ സോയ ചങ്ക് യൂസ് ചെയ്യുമ്പോൾ. ഇനി ഇതിലോട്ട് നിങ്ങൾ കുരുമുളക് പൊടി ഒരു 1/4 സ്പൂണും ചിക്കൻ മസാല 1/4 സ്പൂൺ, മുളക് പൊടിയും ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒരുപാട് എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ മാത്രം 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അല്ലാത്ത പക്ഷം നമ്മൾ ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് മുളക് പൊടി വളരെ കുറച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് എരിവ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറിയ ഫ്ലെയിമിൽ വെക്കാം, ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂട് കുറയാനായിട്ട് അനുവദിക്കാം. അപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞു. ചൂട് നന്നായി കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് പിടിക്കാൻ പാകത്തിലുള്ള ചൂടായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോട്ട് പരത്തിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെറിയ ബോൾസ് ആയിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്തിട്ട് എഡ്ജസിൽ വന്നിട്ട് ഗ്യാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാക്കൊന്നും ഇല്ലാണ്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ആദ്യം ലഡ്ഡു പോലെ ഉരുണ്ടകളായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇതുപോലെ ആദ്യം ഉരുണ്ടകളാക്കി പരത്തിയെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ പ്രസ് ചെയ്ത് കട്ട്ലറ്റിൻ്റെ പരുവത്തിലാക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഉരുണ്ടകളെ നടുവിൽ ഭാഗത്ത് പ്രസ് ചെയ്യുക. എന്നിട്ട് സൈഡ് നമ്മുടെ ആവശ്യാനുസരണം ഷേപ്പാക്കി മാറ്റാം. നമ്മൾ എന്നും കഴിക്കുന്ന കട്ട്ലറ്റിൻ്റെ ഷേപ്പാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം പല ഷേപ്പുകളും ഇതിന് കൊടുക്കാം. സ്ക്വയർ ഷേപ്പോ അല്ലെങ്കിൽ സ്റ്റാർ ഷേപ്പോ ഏതാണ് ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഇവിടെ കട്ട്ലറ്റ് എല്ലാം തന്നെ പരത്തിയെടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഒരു ബൗളിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലോട്ട് വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബീറ്റ് ചെയ്തെടുത്ത മുട്ടയിൽ വലത് കൈ കൊണ്ട് നിങ്ങൾ ഓരോ കട്ട്ലറ്റും മുട്ടയിൽ മുക്കിയതിന് ശേഷം ഇടത് കൈ കൊണ്ട് ബ്രെഡ് ക്രംസ് കട്ട്ലറ്റിൻ്റെ എല്ലാ പോർഷനിലും വരുന്ന പോലെ അപ്ലൈ ചെയ്യാം. ബ്രെഡ് ക്രംസ് ഇല്ലാത്തവരാണെങ്കിൽ റസ്ക് വീട്ടിലുണ്ടെങ്കിൽ അതിന് പൊടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ബ്രെഡിനെ ഒന്ന് ഫ്രൈ ചെയ്ത് പൊടിച്ചെടുത്താലും മതിയാകും. ഇനി ഞാനിതൊരു ബൗളിലോട്ട് ഇത് വെക്കുകയാണ്. അങ്ങനെ ഞാൻ താഴെ മൊത്തം ഫില്ല് ചെയ്തതിന് ശേഷം മുകളിലായിട്ടൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിനുശേഷവും ബാക്കിയുള്ള കട്ട്ലറ്റും ഇതേപോലെ ഞാൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തത് ഒരു ബൗളിൽ എടുക്കുകയാണ്. ഇത് നിങ്ങൾ പ്ലാസ്റ്റിക് ബൗളോ അല്ലെങ്കിൽ സ്റ്റീൽ ബൗളിലാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ടിഫിൻ ബോക്സുകളാണെങ്കിലും നമുക്കിതുപോലെ ചെയ്യാം. ടിഫിൻ ബോക്സിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഡയറക്റ്റായിട്ട് വെക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതിൻ്റെ ആവശ്യകത എന്തെന്ന് വെച്ചാൽ അതാണ് നമ്മൾ വളരെ
കൂടുതൽ ദിവസത്തേക്ക് ഒരാഴ്ചത്തോളം നമുക്കിത് എടുത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇത് ഫ്രിഡ്ജിലാണ് ഒരു മണിക്കൂറെങ്കിലും എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ വളരെ സൂപ്പറായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നിങ്ങൾ ഫ്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ ഒരു 1 അവറിന് ശേഷം ഞാനിത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാ അടിവശം മൊത്തം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്ന സമയത്ത് നമുക്ക് ഇത് മറിച്ചിടാം. ഇനി ബാക്കിയുള്ള സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ 2 സൈഡും ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഏകദേശം ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. അപ്പോൾ നമ്മളിത് മറിച്ചിടുന്ന സമയത്ത് അത് പൊട്ടാണ്ട് സൂക്ഷിച്ച് മറിച്ചിടുക. പിന്നെ ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കത് വളരെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കും വാട്സാപ്പും വഴി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.